45-ാമത്തെ ദിവസം രാവിലെ 8 മണി. അങ്ങനെ തലേ ദിവസത്തെ സകല കൂന്തളിപ്പും കഴിഞ്ഞ് കിടന്നുറങ്ങിയവരെല്ലാം ബിഗ് ബോസ് ടേക്ക് ഇറ്റ് ഈസി പാട്ടിട്ട് ഉണർത്തു. ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി. ആ കണ്ണിലൊരു മുള്ളു കണ്ടാൽ ടേക്ക് ഇറ്റ് ഈസി. വളരെ സന്തോഷകരമായി എല്ലാവരും ആടിപ്പാടുന്ന ദൃശ്യം. ഇന്ന് എന്തൊക്കെ കൂന്തളിപ്പ് കാണണോ ആവോ എന്നും പറഞ്ഞാണ് നമ്മുടെ ബിഗ് ബോസ് പാട്ടിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടാ. അങ്ങനെ ഡേ 45-ാമത്തെ ദിവസത്തെ പ്രധാന സംഭവങ്ങളിലൊന്ന്, നമ്മുടെ റോക്കി ബായുടെ കയ്യിൽ നിന്നും ഇടികൊണ്ട് ബിഗ് ബോസിൻ്റെ പുറത്തേക്ക് പോയ നമ്മുടെ സിജോ തിരിച്ചു വരികയാണ്. വെൽക്കം ബാക്ക് സിജോ, വെൽക്കം ബാക്ക്. മത്സരാർത്ഥികളെല്ലാം പ്രധാന വാതിൽക്കിനടുക്കിലാക്കി കൺഫഷൻ റൂമിലൂടെ നമ്മുടെ സിജോയെ പുറത്തേക്കിറക്കുകയാണ്. കാത്തുനിന്ന എല്ലാ മത്സരാർത്ഥികളും ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. ഭഗവാനെ, എന്തെല്ലാം കുതുകാൽവെട്ടും കുത്തിത്തിരിപ്പും നടത്തിയ ടീംസാണ്. എന്തായാലും വേണ്ടിയില്ല, എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്താണ്. പുതിയതായിട്ട് വന്ന ആൾക്കാരെല്ലാം ആലിംഗനം ചെയ്യുകയാണ്. ആലിംഗനം. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ്. ഒരാൾ 2 ആഴ്ച ഇടികിട്ടി വീട്ടിൽ കിടന്നാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ വിഷമതകൾ എന്നൊക്കെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുമാത്രമല്ല, അതിനുശേഷം അദ്ദേഹം എല്ലാ മത്സരാർത്ഥികളോടും പുതിയ വെല്ലുവിളികളും നടത്തി. ഞാനിനി ഇവിടെ ഇതൊക്കെ ചെയ്യും, ഇന്നതുപോലെ ചെയ്യും, ഞാൻ മത്സരിക്കും, കളിക്കും, മലത്തിയടിക്കും. എല്ലാവരും കൈയടിച്ചു. എല്ലാവർക്കും ആത്മവിശ്വാസം വർദ്ധിച്ചു. അദ്ദേഹത്തിനും ആത്മവിശ്വാസം വർദ്ധിച്ചു. പക്ഷേ ഇനി എന്തൊക്കെ ഇവിടെ നടക്കുമോ, ഇനി ഇടി കൊടുക്കുമോ വാങ്ങുമോ, എന്തൊക്കെയാണ് നടക്കാൻ പോണത് ദൈവത്തിനറിയാം. എന്നിരുന്നാലും ചെറിയൊരു സഹതാപവും ഉണ്ട്. ചെറുക്കൻ ജയിക്കട്ടെ, പ്രാർത്ഥിക്കാം കേട്ടോ. പതിവ് പോലെ പുറത്തുനിന്നൊരാൾ വന്നാൽ പുറത്തെന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാനുള്ള നമ്മുടെ ജാസ്മിൻ്റെ വ്യഗ്രത സിജോയോടും കാണിച്ചു തുടങ്ങി. ഒന്ന് പെട്ടെന്ന് കൊണ്ടുവച്ചിട്ട് വരി സിജോ കാക്ക, എന്തൊക്കെയാണ് പുറത്ത് നടക്കുന്നത്? എൻ്റെയും ഗബ്രിയുടെയും കളികൾ ഏൽക്കുന്നുണ്ടോ? ഇതൊക്കെ അറിയാൻ എനിക്ക് തിടുക്കമായി. സിജോക്ക വാക്ക, ഒന്ന് കൊണ്ടുവച്ചിട്ട് എൻ്റെ പൊന്നുക്ക ഒന്ന് വാക്ക. എൻ്റെ പൊന്നു കാലമടത്തി, ഞാൻ എൻ്റെ ഷൂ ഒന്നെങ്കിലും അഴിച്ചിട്ടോട്ടെ, ഒന്ന് സമാനം തരി എന്നാണ് സിജു പറയുന്നത്. ഒരു കണക്കിന് സമാധാനമില്ലാതെ നമ്മുടെ ജാസ്മിൻ കിളിവാതിലൂടെ നോക്കി നിൽക്കുകയാണ്. സിജോയ്ക്ക് എന്തെങ്കിലും വിധത്തിലൊരു സമ്മാനം കൊടുക്കി. ഇനി പറബാഹയെത്തി, എന്താണ് നിനക്കറിയേണ്ടത് പറയൂ. അങ്ങനെ നമ്മുടെ ജാസ്മിൻ ചോദിച്ചു തുടങ്ങിയാണ്. ഞാൻ കളിക്കുന്നുണ്ടോ കാക്ക? അപ്പോൾ നമ്മുടെ സിജോ, നല്ല വേഷ കളിക്കുന്നുണ്ട് പൊന്നെ, നിൻ്റെ കളിയുടെ കാര്യമൊന്നും പറയണ്ട. അപ്പം നമ്മുടെ വലിയേട്ടൻ ബിഗ് ബോസ് മേളിൽ നിന്നും ജാസ്മിനോട്, ജാസ്മിൻ എന്താണ് അറിയേണ്ടത്? ജാസ്മിന് എന്താണ് അറിയേണ്ടത് എന്നോട് ചോദിക്കൂ. അപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ കൂവുകയാണ് നമ്മുടെ ജാസ്മിനെയും. സിജോ അന്തം വിട്ട് പണ്ടാരമടങ്ങി നിൽക്കുന്നു. ഞാൻ പുറത്തെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ബിഗ് ബോസേ, ഞാൻ എൻ്റെ കളിയെപ്പറ്റിയാണ് ചോദിക്കുന്നത്. ജാസ്മിന് സ്വയം വിശ്വാസമില്ലേ എന്ന് ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നു. മറ്റു മത്സരാർത്ഥികൾ കൂകുന്നു. സിജോ പറയുന്നു, നീ നല്ല രീതിയിൽ കളിച്ചോളൂ, നീ പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല ഇത് സിജോ പറയുന്നു. അങ്ങനെ സിജോ അവിടുന്ന് മടങ്ങുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊന്ന്, നമ്മൾ പ്രേക്ഷകരെല്ലാം ചിന്തിച്ചിരുന്നത് പോലെ ഇവരുടെ പ്രണയം സത്യമാണോ അതോ നാടകമാണോ എന്നറിയാനുള്ള ആ ഒരു നിമിഷം. അവസാനം ജാസ്മിനും തോന്നി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. ജാസ്മിൻ്റെ മനസ്സിൽ നമ്മുടെ ഗബ്രിയോട് ഇഷ്ടം എന്ന് പറയുന്നത് പ്രേമമായി മാറിക്കഴിഞ്ഞു. ആ പ്രേമം തന്നോട് നമ്മുടെ ഗബ്രിക്കുമുണ്ടോ എന്നറിയാനുള്ള അവസാനവട്ട ശ്രമം ആണ് നമ്മുടെ ജാസ്മിൻ ഇവിടെ നടത്തുന്നത്. അതിൻ്റെ മധ്യസ്ഥത വഹിക്കാനായി രശ്മിൻ വന്നു നിൽപ്പുണ്ട്. ഈ രശ്മിൻ എന്തിനാണ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ജാസ്മിൻ ഒഴിഞ്ഞു പോയിട്ട് വേണം ഗബ്രിയെ തനിക്ക് സ്വന്തമാക്കാൻ എന്ന മട്ടിലാണ് നമ്മുടെ രശ്മിൻ്റെ ഇരിപ്പ്. ഗബ്രി ഇപ്പോൾ പറയുന്നത് എനിക്ക് ഇവളോട് ഇഷ്ടമാണ്, അത് ഏത് തരത്തിലും ഇഷ്ടമാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ, പക്ഷേ എന്നിരുന്നാലും ഇവിടെ കല്യാണം കഴിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ രശ്മിൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അടുത്ത പരിപാടി? ഇങ്ങനെ തന്നെ തുടരാനാണോ അതോ പ്രണയിക്കാനാണോ? അപ്പോൾ ഗബ്രി തീർത്ത് പറയുന്നു, ഇല്ല, എനിക്കങ്ങനെ പ്രണയമോ കല്യാണം കഴിക്കാനോ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അത്, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല എന്ന് നമ്മുടെ ഗബ്രി പറയുന്നു.
ജാസ്മിൻ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിനോട് ഗബ്രി പറയുകയാണ്, എനിക്ക് കല്യാണത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല, എനിക്ക് വെറും സൗഹൃദം അല്ല, അതിലുപരി ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് സത്യം തന്നെ, പക്ഷേ കല്യാണം എന്ന് പറയുന്ന സാധനം നടക്കില്ല എന്നാണ് ഗബ്രി അടിവരയിട്ട് പറയുകയാണ്. ഇതിൽ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജാസ്മിൻ വളരെ ആത്മാർത്ഥമായിട്ട് ഗബ്രിയെ പ്രണയിച്ചു. പക്ഷേ ഗബ്രി അതൊരു ഗെയിം പ്ലാനായി മാത്രമാണ് കണ്ടത്. നല്ല ചുരുക്കം പറഞ്ഞാൽ നല്ല ബേഷായി തേച്ചു. അതിൽ സത്യത്തിൽ നെഞ്ച് പൊട്ടിക്കരയാണ്. ഇപ്പോൾ ജാസ്മിൻ നെഞ്ച് പൊട്ടിക്കരയാണ്. എന്നിരുന്നാലും ഗബ്രിയെ അങ്ങോട്ട് വിട്ടുകളയാൻ നമ്മുടെ ജാസ്മിന് മനസ്സിടുന്നില്ല. എന്നോട് ഞാൻ വീണ്ടും കെട്ടിപ്പിടിക്കും, വീണ്ടും സംസാരിക്കും എന്നൊക്കെ ജാസ്മിൻ റസ്മിനോട് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച ഒന്ന് പഠിച്ചില്ലെങ്കിൽ വീണ്ടും ചൂടുവെള്ളത്തിൽ വീഴും മോളെ. റസ്മിൻ ഇവരെ രണ്ടുപേരെയും നല്ല സുഹൃത്താണെങ്കിലും ആട്ടിൻകുട്ടികളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു ചെന്നായി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ റസ്മിൻ്റെ ഇവരുടെ കാര്യങ്ങൾക്കൂടെ ഇടപെടൽ പോലെ തോന്നുന്നത്. വളരെ സ്നേഹത്തോടെ ജാസ്മിനുമായിട്ട് കൂടെ നിന്ന് അവസാനം ജാസ്മിന് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഗബ്രി പതിവ് പോലെ അവരുടെ നിരാശ പാപത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ഡ്രാമകൾ കാണാനിരിക്കുന്നതോ എന്തോ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചെറുക്കൻ മെൻ്റലി ഡിസപ്പോയിൻ്റ് ആവുകയും എനിക്കുടൻ തന്നെ മെഡിക്കൽ റൂമിൽ പോകണം ബിഗ് ബോസ്, എൻ്റെ മാനസിക സ്ഥിതി വളരെ മോശമാണെന്നല്ല ഇട്ട് പറയുകയും ചെയ്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് ജാസ്മിൻ സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. എനിക്ക് തനിക്ക് ദുഃഖമൊന്നുമില്ല എന്നറിയിക്കാൻ പാട്ട് പാടുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ഗബ്രിയെ നോക്കുന്നുണ്ട്. വളരെ നാടകീയമായ മുഹൂർത്തങ്ങൾ ക്യാമറമാൻ വളരെ മനോഹരമായി ഒപ്പിയെടുക്കുന്നുണ്ട്. ബിഗ് ബോസിൽ നേരത്തെ നടന്ന മെലോ ഡ്രാമയൊന്നുമല്ല ഈ നടക്കുന്നതാണ് ശരിക്കും മെലോ ഡ്രാമ. ആൾക്കാർ വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ വിഷമപരിതയായി ഗബ്രിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സമാധാനിപ്പിക്കാനായി ചെല്ലുന്നു. തൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന ആംഗ്യത്തിലൂടെ ഗബ്രി കാണിക്കുകയാണ്. എന്നിട്ടും ജാസ്മിൻ ഒരു നാണവുമില്ലാതെ അവിടെ ഇരുന്ന് എന്ത് പറ്റി, എന്താണ്, സുഖമില്ലേ എന്നാണൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഗബ്രി ഒരു സ്റ്റെപ്പ് മാറിയിരുന്നു. വീണ്ടും ജാസ്മിൻ ഒന്ന് അടുത്തിരുന്നു. ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ള മട്ടിൽ ആട്ടി വീട്ടിട്ടും പുല്ല് പോകുന്നില്ലല്ലോ എന്ന ചിന്തയിലാണെന്ന് ഗബ്രി. ഒരു കണക്കിനും ജാസ്മിനെ ഞാൻ അടുപ്പിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറച്ച മട്ടിലാണ് ഗബ്രി ഇരിക്കുന്നത്. അങ്ങനെ ഗബ്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിന്നെ നേരെ ബാത്റൂമിലേക്ക് ഓടുന്നു. കഥ കിടക്കുന്നു. പതിവ് പോലെ അവിടെ നടക്കുന്ന നാടകങ്ങൾ പതിവ് പോലെ ആവർത്തിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം നമ്മുടെ സൂപ്പർ സ്റ്റാർ റസ്മിൻ ജാസ്മിനെ വിളിച്ച് പോവുകയാണ്. സുഹൃത്ത്, നമ്മൾ വിചാരിച്ച് ഏതോ ഭയങ്കര സംഭവം നടക്കാൻ പോവുകയാണെന്ന്. ജാസ്മിനെ മാറ്റി നിർത്തി രഹസ്യമായി എന്തൊക്കെയോ പറയുകയാണ് നമ്മുടെ റസ്മിൻ. ഇത് കണ്ട നന്ദന ചാടിത്തുള്ളി, എങ്കിൽ ഞങ്ങളും പോകും എന്ന് പറഞ്ഞ് അവിടെ എഴുതിട്ട് പോകുന്നു. ക്യാപ്റ്റൻ വിളിക്കുന്നു. ആകെ അവിടെ വഴക്കിൻ്റെ ഒരു സാഹചര്യം ഒത്തുവരികയാണ്. തോന്നിയതുപോലെ റസ്മിൻ ആൾക്കാരെ വിളിച്ചു പോകുന്നു. ക്യാപ്റ്റൻ വളരെ മോശമാണെന്ന രീതിയിൽ ആ കാര്യങ്ങൾ പറയുന്നു. അവസാനം ബിഗ് ബോസ് വിളി കേട്ടു, സിജോ നിങ്ങൾ ഗബ്രിയോടൊപ്പം മെഡിക്കൽ റൂമിലേക്ക് വരേണ്ടതാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഓടി മെഡിക്കൽ റൂമിലോട്ട് പോവുകയാണ്. എന്ത് കാര്യമാണത്! ഈ ഒരു സീസണിൽ എത്ര വട്ടം മെഡിക്കൽ റൂം, എത്ര കൺഫെഷൻ റൂം, കാരച്ചിൽ, വീഴ്ചയിൽ, എന്തൊരു നാറിയ സീസണാണെന്ന് നോക്കിയാണിത്. രശ്മിൻ്റെ പ്രവർത്തികളൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ നമ്മുടെ അപ്സര രശ്മിൻ്റെ പറയാണ്, നിൻ്റെ പ്രവർത്തികളൊന്നും ശരിയാവുന്നില്ല കേട്ടോ, ഇത് നല്ല രീതിയിലുള്ള പോക്കലല്ല, മര്യാദക്കല്ലേ കവാല ഒഴിച്ചോളും പയലെ എന്നാണ് നമ്മുടെ അപ്സര നമ്മളെ പറഞ്ഞത്. ഇത് കേട്ട് രശ്മിൻ ഒരു പൊഞ്ചിരി വാരി വിതറി. പിന്നെ അപ്പം അതുപോലെ ആൾക്കാർക്ക് ഒരു രസവും തോന്നാത്ത രസിപ്പിക്കുന്ന കുറച്ച് ഓഞ്ഞ ടാസ്കുകളും കൊടുത്ത് അവരെ മാസ്ക് ടാസ്കോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നത് ഒരു ബിഗ് ബോസൊക്കെ എന്ത് ടാസ്കൊക്കെയാണ് കാണികളെ രസിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെക്ക്, ഒന്ന് കാണട്ടെ, ഒന്ന് കണ്ടോണ്ടിരുന്നോട്ടെ ഈ പരിപാടി. ഒന്നാമത് കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഒരു വായിക്കുള്ളില്ല, ഇതൊന്ന് കാണാൻ പറ്റുമോ? ടീം ടണലിന് 3 പോയിൻറ്റ്, ഡെന്നിന് 4 പോയിൻറ്റ്, നെസ്റ്റിന് 3 പോയിൻറ്റ്. അങ്ങനെ ഡെൻ വിജയിച്ചു. നമ്മുടെ ജിൻഡോയുടെ ടീമാണ് അവസാനം പവർ റൂമിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത്. എല്ലാവരും ആഞ്ഞൊരു കൈയ്യടി കൊടുത്തേ.
അങ്ങനെ ബിഗ് ബോസിൻ്റെ 50 ദിവസത്തോടനുബന്ധിച്ച് 45 ദിവസമായ സ്ഥിതിക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ടീം മെമ്പേഴ്സിൻ്റെ വക റാപ്പ് സോങ്ങും ജിൻഡോയുടെ വക മസിൽ ഷോയും നമ്മുടെ ഋഷിയുടെ വക ഓഞ്ഞ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കും നമ്മുടെ ഗബ്രിയുടെ വിഷമതകളാണ് ബിഗ് ബോസ് കാണിക്കുന്നത്. എന്നിരുന്നാലും അവൻ അത്താഴം വേഷ വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ ശ്രീതു അതൊക്കെ കണ്ട് ആസ്വദിക്കുവാനായി അവിടെ വന്നിരുന്നു, ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു. ഈ സമയത്തും രശ്മിൻ അവിടെ ഇരുന്ന് എരുതിയിൽ എണ്ണയൊഴിക്കുകയായിരുന്നു. പ്രണയം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ ബിഗ് ബോസിൽ പ്രണയം നടക്കുന്നുമുണ്ട്, ആ പ്രണയം നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 5ൻ്റെ 45ാമത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുകയാണ് മനോഹരമായ ഈ പ്രണയ ദൃശ്യത്തിലൂടെ.